നമ്മുടെ ജോലി, നമ്മുടെ വീട്, നമ്മുടെ സംവിധാനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവേ നീ എത്ര വലിയ തൗഫീഖ് ചെയ്ത ആളാണ്. അപ്പം നമ്മളിഞ്ഞ് എന്തൊക്കെ ഒരു ജോലി കിട്ടിയാൽ എന്താ പറയുക, ശമ്പളത്തിൽ പോരല്ലോ, ശമ്പളം കൂടുതൽ കിട്ടുന്ന ജോലിയാണ്. എന്നാൽ സ്വന്തമായിട്ടൊരു ഏർപ്പാട് വേണ്ടേ? സ്വന്തമായിട്ട് ഏർപ്പാട് തുടങ്ങി. ഇപ്പോൾ പറയും എന്നാലിപ്പോൾ ഇങ്ങപ്പോൾ അത്രയൊന്നും ആയില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഇവിടെ ഒരു വീട് വാങ്ങാനൊന്നും പറ്റണില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു സമയം വരും, അല്ലാഹുവേ ഈ കട്ടിലിൽ നിന്ന് എനിക്ക് ഒറ്റക്കൊന്ന് എഴുന്നേറ്റിരുന്നാൽ മതിയായിരുന്നു. ഒരു സമയം വരും, അല്ലാഹുവേ ചിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ വേദന ആവുന്നുണ്ട്, ഒരു വേദന ഇല്ലാണ്ട് എനിക്കൊന്ന് ചിരിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ പറയും ഈ മൂക്കിന്ന് പൈപ്പൊന്ന് എടുത്തിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എനിക്കെന്നെ കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. പിന്നെ പറയും ഈ ബെഡിൽ ഇങ്ങനെ മൂത്രമൊഴിക്കലും കാഷ്ടിക്കലും അല്ലേ, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോയിട്ടൊന്ന് ഒറ്റയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് അത് മതിയായിരുന്നു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് നമ്മുടെ കണ്ണിൽ നമ്മൾ കാണാതെ പോകുന്നുണ്ട് അല്ലേ? നമുക്കൊരു സമയം വരും ഈ ഓക്സിജന്റെ പെട്ടില്ലാണ്ട്, പടച്ചോനെ ആസ്മ ഇല്ലാണ്ടൊന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു പല്ലുവേദന ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കാല് മടങ്ങണില്ല, നടക്കാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല, റബ്ബേ എൻ്റെ കാല് വെച്ച് ഒരു വടി പിടിച്ചിട്ടാണെങ്കിലും എനിക്ക് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഇത് കൊതിച്ചു പോകുന്നൊരു സമയം വരുമ്പോഴാണ് നമ്മളൊക്കെ എത്ര വലിയ നിഅമത്തിലായിരുന്നു എന്ന് തിരിച്ചറിയുള്ളൂ. അതുവരെ നമുക്കത് ബോധം വരില്ല. ഇല്ല 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 എന്നേ പറയുള്ളൂ. നമുക്കത് കിട്ടിയില്ല, ആ ആഭരണം കിട്ടിയില്ല, ഈ വാച്ച് കിട്ടിയില്ല, ആ ആഗ്രഹിച്ച ആ ജോലി കിട്ടിയില്ല, ഈ ഷോപ്പ് കിട്ടിയില്ല. മനുഷ്യൻ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. സുബ്ഹാനല്ലാഹ്.